സെലീന അവലോൺ നടത്തിയ പുതിയ പ്രവചനങ്ങൾ ലോകമെമ്പാടും ചർച്ചയാവുകയാണ്. ഇറാൻ-ഇസ്രായേൽ സംഘർഷം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കാമെന്ന ഭയപ്പെടുത്തുന്ന സൂചനകളാണ് സെലീന നൽകുന്നത്. ട്രംപിന് നേരെ വീണ്ടും വധശ്രമങ്ങൾ ഉണ്ടായേക്കാമെന്ന് ബാബ വാങ്കിയുടെ പിൻഗാമിയുടെ പ്രവചനം. ഇന്ന് ലോകം ഏറെ ആശങ്കയുടെ മുൾമുനയിലാണ്. മിഡിൽ ഈസ്റ്റിൽ US-ഇസ്രായേൽ സഖ്യവും ഇറാനും തമ്മിലുള്ള സൈനിക നീക്കം ശരിക്കും ഒരു ലോക മഹായുദ്ധത്തിന്റെ ഭീതി തന്നെയാണ് പടർത്തുന്നത്. അതിനിടയിൽ ഇതാ പ്രശസ്ത പ്രവാചകരുടെ വാക്കുകളിലേക്ക് ഉറ്റുനോക്കുകയാണ് ലോകം. ബാബ വാങ്കിയുടെ പിൻഗാമി എന്ന് വിശേഷിക്കപ്പെടുന്ന സെലീന അവലോൺ നടത്തിയ പുതിയ പ്രവചനമാണ് ഇപ്പോൾ ലോകമെമ്പാടും ചർച്ചയാകുന്നത്. നിലവിലെ ഇറാൻ-ഇസ്രായേൽ സംഘർഷം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കാമെന്നാണ് അവർ പറയുന്നത്. ഇറാൻ പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള ഖമേനിയുടെ വധത്തെക്കുറിച്ച് സെലീന ഞെട്ടിക്കുന്ന പ്രവചനം ഇതിനു മുമ്പ് നടത്തിയിരുന്നു. ആ പ്രവചനം ശരിയായതുകൊണ്ട് തന്നെ സെലീനയുടെ വാക്കുകൾ ഇപ്പോൾ ഭീതി ഉയർത്തുന്നുണ്ട്. അമേരിക്കൻ സൈന്യം അദ്ദേഹത്തെ വധിക്കുമെന്നും അതിനുശേഷം ഇറാന്റെ ഭരണം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളിലേക്ക് എത്തുമെന്നായിരുന്നു സെലീന അന്ന് പ്രവചിച്ചത്. എന്നാൽ ആ ഭരണം അധികകാലം നീണ്ടു നിൽക്കില്ലെന്നാണ് സെലീന പ്രവചിക്കുന്നത്. അതായത് ഈ സംഘർഷ സാഹചര്യത്തിൽ ഇറാന്റെ തോൽവിയാണോ സെലീന പറഞ്ഞതെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഖമേനിക്ക് ശേഷം ഇറാന്റെ ഭരണത്തിൽ വരുന്നത് നെപ്പോളിയനെ പോലെ പെരുമാറുന്ന ഒരു യുവ നേതാവായിരിക്കുമെന്നാണ് പ്രവചനം. അമേരിക്കയ്ക്കെതിരെ കടുത്ത രീതിയിൽ പ്രതികാരം ചെയ്യുന്ന വ്യക്തിയായിരിക്കും അദ്ദേഹമെന്നും പ്രവചനത്തിലുണ്ട്. കൂടാതെ സെലീന പറയുന്ന മറ്റൊരു കാര്യം, നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഡൊണാൾഡ് ട്രംപ് ഒരു യുദ്ധനായകനായി ഉയർന്നു വരുമെന്നാണ് പറയുന്നത്. എന്നാൽ ട്രംപിന് നേരെ വീണ്ടും വധശ്രമങ്ങൾ ഉണ്ടാകുമെന്നും സെലീന പ്രവചിക്കുന്നു. ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് തന്നെ ട്രംപിന് പദവി ഒഴിയേണ്ടി വരുമെന്നും പ്രവചനത്തിലുണ്ട്. അദ്ദേഹത്തിന് ശേഷം JD വാൻസ് അമേരിക്കൻ പ്രസിഡന്റ് ആകുമെന്നും സെലീന അവകാശപ്പെടുന്നു. എന്തായാലും 2026 ഏപ്രിൽ ലോകത്തൊരു മഹത്തായ ഉണർവുണ്ടാകുമെന്നാണ് സെലീനയുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാകുന്നത്. ലോക നേതാക്കൾ ഓരോരുത്തരുമായി മാറിക്കൊണ്ടിരിക്കുമെന്നും പുതിയ സാമ്രാജ്യങ്ങൾ രൂപപ്പെടുമെന്നും അവർ പറയുന്നുണ്ട്. യുദ്ധങ്ങൾക്കിടയിലും ചില പോസിറ്റീവ് മാറ്റങ്ങൾ ലോകത്തുണ്ടാകുമെന്നും ഇവർ കൂട്ടിച്ചേർത്തു. യുദ്ധങ്ങൾക്കും സംഘർഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾ കഴിയുമ്പോൾ ഇറാൻ ദുബായിയെ പോലെ വികസിതമായൊരു നഗരമായി മാറുമെന്നും സെലീന അവലോൺ പ്രവചിക്കുന്നുണ്ട്. എന്തായാലും ബാബ വാങ്കിയുടെ പ്രവചനങ്ങൾ ശരിവെക്കുന്ന രീതിയിൽ മൂന്നാം ലോക മഹായുദ്ധ ഭീതി പടർന്നു പിടിക്കുമ്പോൾ സെലീനയുടെ വാക്കുകളും സോഷ്യൽ മീഡിയ ഉറ്റുനോക്കുകയാണ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.